ഹലോ, വേവ്സിന്റെ ആദ്യ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വേവ്സ്? തരംഗങ്ങൾ അല്ലേ? പണ്ട് നമ്മളൊരു കാക്കേന്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരു കാക്ക, നമ്മൾ കേട്ടത് ഇങ്ങനെയാ, ഒരു കാക്ക ദാഹിച്ചു വലഞ്ഞപ്പോ ഒരു കുടത്തിന്റെ അല്ലേ ഉള്ളിൽ ഇത്തിരി വെള്ളം കണ്ടു. അപ്പൊ അതിൽ കല്ലിട്ട് ആ വെള്ളം ഉയർത്തിയിട്ട് അത് കുടിച്ചു അല്ലേ? അതേപോലെ ആ കാക്കയെ നമുക്കൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഈ കാക്ക ചെയ്തിരുന്നത് കുടത്തിലെ വെള്ളത്തിലേക്ക് കല്ലിട്ടിട്ട് അതിലുണ്ടാവുന്ന തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക. വല്ലാത്തൊരു കാക്ക അല്ലേ? തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ആലോചിച്ച് നോക്കണേ. നമ്മൾ ഇതേമാതിരി വെള്ളത്തേക്ക് കല്ലിട്ട് നോക്കുന്ന സമയത്ത് കല്ലിങ്ങനെ വെള്ളത്തേക്ക് പോകുന്നല്ലാതെ നമ്മളതിന്റെ തരംഗങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ? പിന്നെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തായാലും കാണാൻ വട്ടമായിട്ട് ഇങ്ങനെ കാണും. അത് തരംഗമാണോ? എങ്ങനെയാ അവിടെ തരംഗം ഉണ്ടായത്? ഇതുപോലെ ഇത് വെള്ളമാണെന്ന് വിചാരിക്കാം അല്ലേ? അതിലേക്ക് ഞാൻ കല്ലിട്ടു, കല്ല് ഇവിടെ വന്ന് വീണു, അത് തരംഗായോ? അല്ല, കല്ല് വഴി ഞാനൊരു എനർജി വെള്ളത്തിലേക്ക് കൊടുത്തതാണ്. ഞാൻ അല്ലെങ്കിൽ എറിയുന്ന ആളൊരു എനർജി കൊടുത്തതാണ്. ആ എനർജിയോടുകൂടെ കല്ല് വന്ന് വെള്ളത്തിൽ വീണു. വീഴുമ്പോ എന്താ സംഭവിക്കുക? ആ കല്ലിന്റെ കയ്യിലുള്ള എനർജി ഇതിന് ചുറ്റുള്ള പാർട്ടിക്കിൾസിന് കിട്ടും. വീഴുന്ന സ്ഥലത്തിന് ചുറ്റുള്ള പാർട്ടിക്കിൾസിന് കിട്ടും. അപ്പൊ കല്ല് വീഴുന്ന സ്ഥലം ഡിസ്റ്റർബ്ഡ് ആവും. വെള്ളത്തിന് ഒരു ഡിസ്റ്റർബൻസ് കിട്ടും. അതവിടെ നിൽക്കുവോ? ഇല്ല. അത് ആർക്ക് കിട്ടും? ആ എനർജി തൊട്ട് ചുറ്റുള്ള ഈ വീഴുന്നതിന് ചുറ്റുള്ള പാർട്ടിക്കിളുകൾക്ക് ആ എനർജി കിട്ടും. അവരെന്ത് ചെയ്യും? ഇനീഷ്യൽ ഫേസിൽ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും അല്ലെ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് വൈബ്രേഷനും ഓസിലേഷനും ഒക്കെ. ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവര് അങ്ങനെ നീങ്ങി പോവോ? ഇല്ല. അവരവരുടെ മീൻ പൊസിഷനിൽ നിന്നൊന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള എനർജി അവർക്ക് തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിൾസിന് കൊടുക്കും. ഇതുണ്ടോ? ഇതിന് കിട്ടി, അത് അതിന്റെ തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിൾ കൊടുക്കും. ഇതിന് കിട്ടിയത് അതിന്റെ തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിൾ കൊടുക്കും. ഇതിന് കിട്ടിയത് അതിന്റെ തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിൾ കൊടുക്കും. അങ്ങനെ ഓരോരുത്തരും അവർക്ക് തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിൾ കൊടുക്കും. തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിൾ എന്താ ചെയ്യുക? നേരത്തെ വൈബ്രേറ്റ് ചെയ്ത പാർട്ടിക്കിളുടെ തൊട്ട് അടുത്ത ഫേസ് ആംഗിളിൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അവിടെ നിന്നോ? ഇല്ല. അവർ ആ എനർജി അവർക്ക് ബാക്കിലുള്ള പാർട്ടിക്കിളിൽ കൈമാറ്റം ചെയ്യും. ഇവിടെ ഉള്ള ഓരോ തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിളുകൾക്ക് അവർ മുന്നത്തെ പാർട്ടിക്കിൾ എനർജി കൈമാറ്റം ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ അതിന്റെ അടുത്ത ഫേസിൽ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ആ എനർജി തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിളിൽ കൈമാറ്റം ചെയ്യും. അങ്ങനെ എല്ലാ ഡിറക്ഷനിലും ഇവിടെ ഓരോ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഇവിടെ തുടങ്ങിയ വൈബ്രേഷനിൽ നിന്ന് പാർട്ടിക്കിൾ വൈബ്രേഷൻസ് 2π ഫേസിലൂടെ കടന്നുപോയി ഇവിടെ എത്തിയപ്പോഴേക്കും. അപ്പൊ ആ 2π ഫേസിൽ എത്തുന്ന സമയത്ത് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതാണിത് അല്ലേ? അപ്പൊ അത്രയും ദൂരത്തേക്ക് ഇപ്പൊ എന്ത് ചെയ്തു? പാർട്ടിക്കിളിന്റെ വൈബ്രേഷന്റെ ഹെൽപ്പോടുകൂടെ എനർജി കൈമാറ്റം ചെയ്തു. എങ്ങനെയാ? ആദ്യത്തെ പാർട്ടിക്കിളിന് കിട്ടിയ എനർജി ഡിസ്റ്റർബ്ഡ് ആയ സ്ഥലത്തിൽ നിന്ന് ആദ്യത്തെ പാർട്ടിക്കിളുകൾ ചുറ്റുള്ള പാർട്ടിക്കിളുകൾക്ക് കിട്ടിയ എനർജി അവരുടെ തൊട്ട് ബാക്കിലുള്ള ആൾക്കാർ അല്ലേ? അതിന് ബാക്കിലുള്ള ആൾക്കാർ അങ്ങനെ ഇവിടെ എത്തി. അപ്പോഴേക്ക് എന്താ സംഭവിച്ചത്? എല്ലാ ഡിറക്ഷനിലും ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ ഡിസ്റ്റർബൻസ് വഴി കൊടുത്ത എനർജിയെ, കല്ല് വഴി കൊടുത്ത എനർജിയെ എല്ലാ ഡിറക്ഷനിലും എത്രയോ പർട്ടിക്കുലർ ദൂരം ട്രാവൽ ചെയ്യിപ്പിച്ചു. ആരാ ചെയ്യിപ്പിച്ചത്? എനർജി പ്രൊപ്പഗേഷൻ നടന്നു അല്ലേ? എല്ലാ ഡിറക്ഷനിലും നടന്നു. ആരാ നടത്തിയത്? ആ മീഡിയത്തിലത്തെ പാർട്ടിക്കിളിന്റെ വൈബ്രേഷന്റെ ഹെൽപ്പോടുകൂടെ. പാർട്ടിക്കിൾ നേരെ നീങ്ങി അവിടെ പോയി കൊടുത്തിക്കണോ എനർജി? ഇല്ല. ഓരോരുത്തരും അവരുടെ മീൻ പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യും. തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിളിൽ കൊടുക്കും. അത് സ്വീകരിക്കുന്ന എനർജി സ്വീകരിക്കുന്ന തൊട്ട് ബാക്കിലുള്ള പാർട്ടിക്കിൾ തൊട്ടടുത്ത ഫേസിൽ വൈബ്രേറ്റ് ചെയ്യും. അവരുടെ കയ്യിലുള്ള എനർജി തൊട്ടടുത്ത ബാക്കിലുള്ള പാർട്ടിക്കിളിൽ കൊടുക്കും. അങ്ങനെ ഇവിടെ പാർട്ടിക്കിൾ വൈബ്രേഷൻ തുടങ്ങുമ്പോഴേക്ക് പാർട്ടിക്കിൾ ഓരോ പാർട്ടിക്കിളും തൊട്ടടുത്ത് അങ്ങനെ 2π ഫേസിലുള്ള വൈബ്രേഷൻ എത്തിയിട്ടുണ്ടാവും എല്ലാ ഡയറക്ഷനിലും. അപ്പോഴേക്ക് ഈ സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എനർജി എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ മീഡിയത്തിലൂടെ. ആ എനർജി പ്രൊപ്പഗേഷനെയാണ്, അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസിന്റെ ആ പ്രൊപ്പഗേഷനെയാണ് ആരുടെ സഹായത്തോടുകൂടെ? മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ സഹായത്തോട്, വൈബ്രേഷന്റെ സഹായത്തോടു കൂടെയുള്ള ഈ എനർജി പ്രൊപ്പഗേഷനെയാണ് നമ്മൾ ആ മീഡിയത്തിൽ ഉണ്ടാകുന്ന വേവ് മോഷൻ അല്ലെങ്കിൽ വേവ്സ്. ക്ലിയർ അല്ലേ? വേവ്സ്. ഇപ്പൊ നമ്മളൊരു മീഡിയത്തിനെ ഡിസ്റ്റർബ് ചെയ്തു, എനർജി കൊടുത്ത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ
ആ എനർജി, ആ ഡിസ്റ്റർബൻസ് ആ മീഡിയത്തിലൂടെ, ആ മീഡിയത്തിലത്തെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷന്റെ ഹെൽപ്പോടുകൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അല്ലേ? അതാണ് ആ മീഡിയത്തിൽ ഉണ്ടാവുന്ന വേവ് മോഷൻ. നിങ്ങൾക്ക് കാണാം തരംഗ ചലനം. ഇവിടെ ഒരു തരംഗം ഫോം ചെയ്യും. അല്ലേ? അപ്പൊ ഇവിടെ ഓരോ 2π ഫേസ് കഴിയുമ്പോഴും പാർട്ടിക്കൽ വൈബ്രേഷൻ 2π ഫേസിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ ഭാഗത്തും ഓരോ ഫുൾ വേവുകൾ ഉണ്ടായി. ഒരു കംപ്ലീറ്റ് വേവ് ഉണ്ടായി. അതിന്റെ നീളത്തിനെയാണ് വേവ് ലെങ്ത് ലാംഡ എന്ന് വിളിക്കുക. അപ്പൊ ഈ ഭാഗത്തേക്ക് ഒരു ലാംഡ എന്നുള്ള വേവ് ഉണ്ടായി, ഈ ഭാഗത്തേക്ക് ലാംഡ എന്നുള്ള വേവ് ഉണ്ടായി, ഈ ഭാഗത്തേക്കുള്ള ഒരു ലാംഡ എന്നുള്ള വേവ് ഉണ്ടായി, എല്ലാ ഭാഗത്തേക്കും ഉണ്ടായി. അവിടെ വേവ് അവസാനിക്കോ? ഇല്ല. അപ്പൊ നോക്ക്, ഈ പോയിന്റുകളും ഈ പോയിന്റുകളും ഈ പോയിന്റുകളും ഈ പോയിന്റുകളും ഈ പോയിന്റുകളും ഈ പോയിന്റുകൾ മാത്രമാണോ? അല്ല, ഇത് ഈ വട്ടത്തിന്റെ മുകളിലത്തെ ഓരോ പോയിന്റുകളിലേക്കും ഇവിടുന്ന് എന്ത് എത്തിയിട്ടുണ്ടാവും? എനർജി എത്തിയിട്ടുണ്ടാവും. അല്ലെ? പാർട്ടിക്കൽ വൈബ്രേഷൻ, ഇവിടുത്തെ ഒക്കെ പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, ഈ വട്ടത്തിന്റെ മുകളിലൊക്കെ പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തിനാണ് ഇവര് വൈബ്രേറ്റ് ചെയ്യുന്നത്? പുതിയൊരു വേവ് ഉണ്ടാക്കാൻ. അതാണ് പുതിയ വേവ്, ചെറിയ വേവാണ്, വേവ്ലെറ്റ് എന്ന് വിളിക്കും. അല്ലേ? അപ്പൊ അവര് പുതുതായിട്ട് എല്ലാവരും കൂടെ ഒന്നും കൂടെ ഡിസ്റ്റർബ് ആവുമ്പോൾ നമുക്കൊരു സർഫസ് കിട്ടും, ഒരു വട്ടം കിട്ടും. നമ്മൾ വേവ് ഫ്രണ്ട് എന്നാണ് പഠിക്കുക. അത് അടുത്ത കൊല്ലാണ് അതിന്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നത്. അല്ലേ? അപ്പൊ ഒരു വട്ടം കിട്ടുന്നത് അതിന്റെ വേവ് ഫ്രണ്ട് ആണ്, വേവ് അല്ല. അപ്പൊ വേവ് ആ മീഡിയത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എനർജിയെ പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് വേവ് മോഷൻ. പാർട്ടിക്കിളിന്റെ വൈബ്രേഷന്റെ ഹെൽപ്പോടുകൂടെ എനർജിയെ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നതാണ് വേവ് മോഷൻ. അങ്ങനെ വേവ്, ഒരു കംപ്ലീറ്റ് വേവ് ഉണ്ടാവുമ്പോൾ വീണ്ടും ആ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാർട്ടിക്കിളുകളെല്ലാം ഒരു സെയിം ഇനീഷ്യൽ ഫേസിൽ വീണ്ടും വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ അവിടെ വീണ്ടും ഒരു ഡിസ്റ്റർബ്ഡ് റീജിയൻ ആയിട്ട് കാണും. അല്ലെ? ഒരു വട്ടമായിട്ട് കാണും. അവിടുന്ന് വീണ്ടും ചെറിയ വേവ്സ് ഉണ്ടാവും. അതും ഒരു ചെറിയ വേവ് എന്താ പോയി ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി. അല്ലെ? അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും നമുക്കൊരു വട്ടം കിട്ടും. എന്താത്? അടുത്ത വേവ് ഫ്രണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഇനി വീണ്ടും ആ എനർജിയെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ പാർട്ടിക്കിൾസ് വീണ്ടും ഇനീഷ്യൽ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്ത ഡിസ്റ്റർബ്ഡ് അല്ലേ ഒരു ലോക്കസ് ആണ് അടുത്ത വേവ് ഫ്രണ്ട്. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലേ? പക്ഷെ കുറെ കഴിഞ്ഞാൽ എന്താ? ആ വേവ് ഫ്രണ്ട് ഉണ്ടാവുന്നത് നമ്മൾ കാണില്ല, വട്ടം ഉണ്ടാവുന്നത് നമ്മൾ കാണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ കാരണം എന്നറിയോ? ആദ്യം നമ്മൾ ഡിസ്റ്റർബ് ചെയ്തത് ഈ ചെറിയ പോയിന്റില്ല. അപ്പൊ നമ്മൾ കൊടുത്ത ഫുൾ എനർജി അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനർജി പെർ ഏരിയ വളരെ കൂടുതലായതുകൊണ്ട് നല്ല ഡിസ്റ്റർബൻസ് നമുക്ക് കാണാറുണ്ട്. പിന്നെ ആ എനർജിയാണ് ഇത്രയും ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയത്. അപ്പൊ എനർജി പെർ ഏരിയ കുറഞ്ഞു. അല്ലേ? അപ്പൊ ഇവിടുത്തെ അത്ര ഡിസ്റ്റർബ് ആവില്ല ഈ ഒരു ഭാഗം വട്ടം. അത് പിന്നെയും പോവുകയാണ്. അപ്പൊ എനർജി കൊടുത്ത എനർജി പെർ ഏരിയ പിന്നെയും വലിയ വട്ടത്തിലേക്ക് പോകുമ്പോൾ പെർ ഏരിയ കുറയും. അപ്പൊ ആ വട്ടത്തിന്റെ എഫക്ട് കുറഞ്ഞ് അവസാനത്തില്ല. അത് വേവ് ഫ്രണ്ടിനെ കുറിച്ച്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാം. അപ്പൊ തൽക്കാലം എങ്ങനെയാണ് ഒരു മീഡിയത്തിൽ വേവ് ഉണ്ടാവുന്നത് എന്ന് പഠിച്ചു. അല്ലേ? അപ്പൊ വേവ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മീഡിയം നിർബന്ധമായിട്ട് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ വേവ്സ് അല്ല എല്ലാതും. അടുത്ത പോലെ നമുക്ക് പഠിക്കാനുണ്ട് സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിനൊരു മീഡിയത്തിന്റെ ആവശ്യമില്ല. ലൈറ്റ് ഒക്കെ അതിന്റെ മെമ്പേഴ്സ് ആണ്. അല്ലെ? ഇൻഫ്രാറെഡ് റേ ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ്. ഡസ് നോട്ട് റിക്വയർസ് എനി മെറ്റീരിയൽ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. പക്ഷെ ഇവിടെ ഒരു മെറ്റീരിയൽ മീഡിയം വേണം. അല്ലെ? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണം. സൗണ്ട് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഒരു മീഡിയം ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാവുന്ന തരം വേവ്സ് ആണ്. ഓക്കെ, അതിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. അപ്പൊ നമുക്ക് രണ്ട് തരം അങ്ങനത്തെ വേവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേവ് ഇങ്ങോട്ട് പോകാന്നില്ലേ, ഒരു സ്ലിങ്കി എടുക്കുക. എന്താ സ്ലിങ്കി? ഒരു ലോങ് സ്പ്രിങ്. ഇതാ അതേപോലെ ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ അതിനെ ഫിക്സ് ചെയ്തു, അവിടെ ഫിക്സ് ചെയ്തു. അല്ലെ? പിന്നെ ഞാൻ ഇവിടുന്ന് ഇതിനെ മുന്നിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ മൂവ് ചെയ്യണം. ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്താൽ ഇതിലൂടെ ഇങ്ങനെ 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 അല്ലെ? ഏതൊരു സിനിമ നടന്റെ സ്റ്റെപ്പ് വരെയുണ്ട്. അതല്ല, ഇത് ഇങ്ങനെ 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 പോകുന്ന ഒരു വേവ് ഉണ്ടാവും. അല്ലേ? അതായത് ആ വേവ് പോകുന്ന ദിശയിൽ തന്നെ ആയിരിക്കും പാർട്ടിക്കിൾ വൈബ്രേഷൻ. അങ്ങനത്തെ വേവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാൻ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അത് പോകുന്ന ലെങ്ത്തിന് അക്രോസ് ആയിട്ട് തന്നെ ആയിരിക്കും വേവിന്റെ പാർട്ടിക്കിൾ അല്ലെ വേവിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ വേവുകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കാം. അല്ലെ? സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഈ സ്ലിങ്കിനെ മുന്നിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അല്ലെ? അതിനെ പോളറൈസ് ചെയ്യാൻ പറ്റില്ല. പോളറൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാത്തില് നമ്മള് ചില സ്പെഷ്യൽ മീഡിയങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റിനെ കുറയ്ക്കുക. അതാണ് പോളറൈസ് ചെയ്യുന്ന പരിപാടി. സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. അത് ഏതിനെ പറ്റില്ല? സൗണ്ടിനെ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പഠിക്കില്ലാത്തത്. ലൈറ്റിന് അത് പറ്റും. അപ്പൊ സെക്കൻഡ് ഇയറിൽ ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പോളറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ നമുക്കത് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ പോളറൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പോകുന്നത് നോക്ക്. ഇപ്പൊ നമ്മള് ഒരു ട്യൂണിംഗ് ഫോർക്കാന്ന് വിചാരിക്കും. ഇതിപ്പോ ഒരു ട്യൂണിംഗ് ഫോർക്കാണ്. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഈ ഭാഗം കുറച്ച് ഇങ്ങനെ മൂവ് ചെയ്തു.
ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള എയർ കംപ്രസ്ഡ് ആയി. ഇവിടുത്തെ എയർ അല്ലെ അവിടേക്ക് കംപ്രസ്ഡ് ആയി. ഇത് ഇങ്ങനെ തുറന്നതല്ലേ, ഇങ്ങനെ തുറന്നപ്പോ അവിടേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നതായിരുന്നു. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോയപ്പോ അവിടുത്തെ വേവ് കംപ്രസ്ഡ് ആയി. സോറി, എയർ മോളിക്യൂൾസ് കംപ്രസ്ഡ് ആയി. അപ്പൊ കംപ്രസ്ഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു കംപ്രസ്ഡ് റീജിയൻ ഉണ്ടാവും. നമ്മളതിനെ കംപ്രഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇതിനപേക്ഷിച്ച് ഈ ഭാഗത്തെ എയറിന്റെ ഡെൻസിറ്റി കുറച്ചുകൂടെ എന്താ, ഇവിടെ കംപ്രസ്ഡ് ആയ ഇവിടെ കുറവല്ലേ അല്ലെ, ഇവിടെ കുറച്ചുകൂടെ കുറവാണ്. അപ്പൊ അത് റെയറിഫൈഡ് റീജിയൻ എന്ന് വിളിക്കും, റെയർഫാക്ഷൻ എന്ന് വിളിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സാധനം നമ്മളെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു ഭാഗം ഇങ്ങനെ അമർന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് എന്താ സംഭവിക്കാന്ന് അറിയോ? ഇവിടെ ഹൈ പ്രഷറാവും, ഇവിടെ ലോ പ്രഷറാവും. അപ്പൊ ഇവിടുന്ന് മോളിക്യൂൾസ് അല്ലേ എവിടേക്ക് പോകും? റെയറിഫൈഡ് റീജിയനിലേക്ക് പോകും. അപ്പൊ റെയറിഫൈഡ് റീജിയനിൽ കൂടുതൽ മോളിക്യൂൾസ് വരും. അപ്പൊ ഇതിന് തൊട്ടടുത്ത റീജിയനെ അപേക്ഷിച്ച് ഇതിൽ മോളിക്യൂൾസിന്റെ എണ്ണം കൂടി വന്നാൽ ഇത് കംപ്രഷനായി മാറും അല്ലെ, ഇത് അതിനെ അപേക്ഷിച്ച് റെയർഫാക്ഷൻ ആവും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു കംപ്രഷൻ ക്രിയേറ്റ് ചെയ്താൽ അതിന് മുന്നത്തെ റെയർഫാക്ഷനെ ബാക്കിലേക്ക് തള്ളിയിട്ട് കംപ്രഷൻ മുന്നോട്ട് പോകും. എങ്ങനെ? കംപ്രഷൻ റെയർഫാക്ഷൻ, കംപ്രഷൻ റെയർഫാക്ഷൻ. ഇങ്ങനെയാണ് ലോജിറ്റ്യൂഡൽ വേവ്സ് പോവുക. ഇത് നേരെ മറിച്ച് നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്ക് ഇതാ ഇങ്ങനെ ഉള്ളിലേക്കാണ് മടങ്ങിയതെങ്കിലോ ഇവിടെ നല്ല എക്സ്പാൻഡഡ് റീജിയൻ ആവും അല്ലെ, അവിടെ ഡെൻസിറ്റി മോളിക്യൂൾസിന്റെ ഡെൻസിറ്റി കുറയും, ലോ പ്രഷറോ റെയർഫാക്ഷനോ. അതിനപേക്ഷിച്ച് ഇത് കംപ്രഷൻ അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടുത്തെ മോളിക്യൂൾസ് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ മോളിക്യൂൾസ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ റെയർഫാക്ഷൻ മാറും. ഇവിടേക്ക് എന്താ വരുന്നത്? മോളിക്യൂൾസ് വരിക. അപ്പൊ ഇത് കംപ്രസ്ഡ് ആവും അല്ലെ. ഇതിനെ അപേക്ഷിച്ച് തൊട്ടടുത്ത മീഡിയം റെയറിഫൈഡ് ആവും. അപ്പൊ ഇതിനെ അപേക്ഷിച്ച് ഇതിന്റെ മുന്നത്തെ മീഡിയം എന്താ സംഭവിക്കുക? കംപ്രസ്ഡ് ആവും. അപ്പൊ ഇവിടുന്ന് മോളിക്യൂൾസ് ഇങ്ങോട്ട് വരും അല്ലെ. ഇതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ കംപ്രഷനാണ് നമ്മളിവിടെ റെയർഫാക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ കംപ്രഷനെ ബാക്കിലേക്ക് തള്ളിക്കൊണ്ട് റെയർഫാക്ഷൻ കംപ്രഷൻ റെയർഫാക്ഷൻ കംപ്രഷൻ ആയിട്ട് അതങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ, നമ്മുടെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്തു, എയറിന്റെ ഫ്രണ്ടിലേക്ക് തള്ളി എന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക? അവിടെ ഒരു കംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു. തൊട്ടപ്പുറത്തെ ഭാഗത്ത് എയറിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പൊ അവിടുത്തെ മോളിക്യൂൾസ് ഇങ്ങോട്ട് വരും. ആ ഭാഗം കംപ്രഷൻ ആവും അല്ലെ. അതിനടുത്ത റീജിയൻ എത്ര ഡെൻസിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവിടുത്തെ മോളിക്യൂൾസ് അവിടെ റെയർഫാക്ഷൻ ആവും. ഈ കംപ്രഷൻ റീജിയന്റെ മോളിക്യൂൾ എന്ത് ചെയ്യും? അവിടേക്ക് പോകും. അപ്പൊ റെയർഫാക്ഷൻ ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മളൊരു കംപ്രഷനോ റെയർഫാക്ഷനോ ക്രിയേറ്റ് ചെയ്താൽ അതിന് തൊട്ട് മുന്നിലുള്ള റീജിയന് അല്ലെ പ്രഷർ ചെലുത്തി അതെന്ത് ചെയ്യും? കംപ്രഷൻ റെയർഫാക്ഷൻ കംപ്രഷൻ റെയർഫാക്ഷൻ ആയിട്ട് അങ്ങനെ പോകും. എവിടെ പോകും? അടുത്തൊരാളുടെ ഇയറിൽ പോകും അല്ലെ. ആ ടിംബാനത്തിന്റെ മുകളിൽ പോയിട്ട് ഈ എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? ടിംബാനം വൈബ്രേറ്റ് ചെയ്താൽ ഓഡിറ്ററി നെർവ്സ് വഴി ആ സൗണ്ട് നമ്മുടെ ബ്രെയിനിലെത്തി, നമ്മളത് കേട്ടു. ഇതാണ് സൗണ്ടിന്റെ ഹിയറിംഗ് പ്രോസസ് അല്ലെ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു കംപ്രഷൻ റെയർഫാക്ഷൻ കംപ്രഷൻ റെയർഫാക്ഷൻ എന്നുള്ള രീതിയിൽ പോകുന്ന വേവ് ആണ് ലോജിറ്റ്യൂഡിനൽ വേവ്. ഇത് നോക്ക് അല്ലെ, ഇവിടെ കുറച്ച് ഡെൻസിറ്റി കൂടുതലാണ്, കംപ്രസ്ഡ് ആണ്. ഇവിടെ കംപ്രസ്ഡ് ആണ്, ഇവിടെ കംപ്രസ്ഡ് ആണ്, ഇവിടെ കംപ്രസ്ഡ് ആണ്. പക്ഷെ ഇവിടെ അത്ര ഡെൻസിറ്റി ഇല്ല. ഇത് റെയർഫാക്ഷൻ ആണ്, ഇത് റെയർഫാക്ഷൻ ആണ്, ഇത് റെയർഫാക്ഷൻ ആണ് അല്ലെ. അപ്പൊ കംപ്രഷൻസും റെയർഫാക്ഷൻസും ആയിട്ടാണ് ലോജിറ്റ്യൂഡിനൽ വേവ്സ് പോവുക. അതിൽ അടുത്തടുത്തുള്ള രണ്ട് കംപ്രഷനുകളുടെ ഇടയിലുള്ള ദൂരം അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് റെയർഫാക്ഷനുകളുടെ ഇടയിലുള്ള ദൂരത്തെ നമുക്ക് ഒരു വേവ് ലെങ്ത് എന്ന് വിളിക്കാം. ഇനി എന്താ ട്രാൻസ്വേഴ്സ് വേവ്? ഇതേ സ്ലിംഗിനെ നമ്മൾ എന്ത് ചെയ്യുക? ലോങ് സ്പ്രിങ്ങിനെ മേലേക്കും താഴേക്കും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്താൽ ഇങ്ങനെ ഒരു വേവ് അതിലുണ്ടാവും അല്ലെ. ഇങ്ങനെ ഒരു വേവ് കാണിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഒരു വേവ് ആയിട്ട് അത് പോകും. അങ്ങനെയുള്ള വേവ്സിനെ നമ്മൾ വിളിക്കുക ട്രാൻസ്വേഴ്സ് വേവ്. അതിന് പ്രത്യേകത എന്താ പറയുക? എങ്ങോട്ടാണോ വേവ് പോകുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും പാർട്ടിക്കൽ വൈബ്രേഷൻ ഉണ്ടാവുക അല്ലെ. അതായത് ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇങ്ങോട്ടാണ് Z ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ Y ഡയറക്ഷനിലാണെങ്കിലും X ഡയറക്ഷനിലാണ് പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്തെങ്കിലും പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പോ എങ്ങോട്ടാണോ വേവ് പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും പാർട്ടിക്കൽ വൈബ്രേഷൻ ഉണ്ടാവുക ട്രാൻസ്വേഴ്സ് വേവില് അല്ലെ. ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അതിന് പുറമെ ഈ സ്ലിംഗിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്നതും ട്രാൻസ്വേഴ്സ് വേവ് ആണ്. വാട്ടറിൽ ഉണ്ടാവുന്നതോ അല്ലല്ല, അത് കാപ്പിലറി വേവ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റി വേവ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ നോക്കാം, ഈ ട്രാൻസ്വേഴ്സ് വേവ്സിന് പോകുന്നത് ഈ രീതിയിലാണ്. ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ പാർട്ടിക്കിൾ വൈബ്രേഷന്റെ ഓരോ ഇൻസ്റ്റന്റത്തിനും ഡിസ്പ്ലേസ്മെന്റിന് മാറ്റം വരുന്നുണ്ട് അല്ലെ. ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് പോളതിന് പെർപെൻഡിക്കുലർ ആണോ? അതിൽ ഓരോ ഇൻസ്റ്റന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റിന് മാറ്റം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് വേവിനെ ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക അല്ലെ. ഇത് പോസിറ്റീവിലേക്കുള്ള ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇത് നെഗറ്റീവിലേക്കുള്ള ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇതിനെ ക്രസ്റ്റ് എന്ന് വിളിക്കും, ഇതിനെ ട്രഫ് എന്ന് വിളിക്കും. അപ്പൊ ക്രസ്റ്റുകളും ട്രഫുകളുമായിട്ടാണ് ട്രാൻസ്വേഴ്സ് വേവ് പോവുക. അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകളെ അല്ലെ ശൃംഗം ഗർത്തം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ദൂരം ഒരു വേവ് നീളം, ഒരു വേവ് ലെങ്ത്
ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ലെങ്ത്. അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകളുടെ ഇടയിലുള്ള ദൂരം ഒരു വേവ് ലെങ്ത് അല്ലേ? ഇതാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാലുള്ള ഐഡിയ. ഓക്കെ അല്ലേ? ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇതിനെ പോളറൈസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെ പോളറൈസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിൽ പഠിക്കാം. ഇനി നോക്ക്, ഒരു കംപ്ലീറ്റ് വേവ്. ഇപ്പൊ എന്താ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു. ഒരു വേവ് ആ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ പാർട്ടിക്കിൾ പോവോ? ഇല്ല, അത് വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിലെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആ പാർട്ടിക്കിൾ വൈബ്രേഷനെ കൊണ്ടുണ്ടാവുന്ന വേവിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ഒരു വേവിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ വേവ്? ഒരു ഫുൾ വേവ് ഉണ്ടാവാൻ വേണ്ട ടൈം, ഒരു കംപ്ലീറ്റ് വേവ് ഫോം ചെയ്യാൻ വേണ്ട ടൈമാണ് ടൈം പീരീഡ്. അപ്പൊ എന്താ ഫ്രീക്വൻസി? 1 ടൈം പീരീഡ് ആണല്ലോ ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി? ഒരു മീഡിയത്തിലെ ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന കംപ്ലീറ്റ് വേവുകളുടെ എണ്ണം, നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ ദ മീഡിയം ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു മീഡിയത്തിലെ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫുൾ വേവുകളുടെ എണ്ണത്തിനെയാണ് ആ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്താണ് ഒരു വെലോസിറ്റി ഓഫ് എ വേവ്? വേവിന്റെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? വേവിന്റെ ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ടൈം പീരീഡ്, ഒരു ഫുൾ വേവ് ഉണ്ടാവാൻ വേണ്ട ടൈമാണ് ടൈം പീരീഡ് അല്ലേ? അതുകൊണ്ട് വേവ് എത്ര ദൂരം പോകും? ഒരു ഫുൾ വേവ് നീളം ലാംഡ ദൂരം പോകും അല്ലേ? അപ്പൊ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം എത്രയാ? ടൈം പീരീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാ? ലാംഡ. അപ്പൊ v is equal to നമുക്ക് എന്ത് എഴുതാം? ലാംഡ ബൈ ടി. വെലോസിറ്റി ഓഫ് എ വേവ് is equal to ലാംഡ ബൈ ടി അല്ലെ? ലാംഡ ബൈ ടി. ഇതില് ഇക്വേഷന് ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്താൽ വല്ല മാറ്റം ഉണ്ടാവും നോക്ക്. എന്തത്? 2π ബൈ ടി ഓസിലേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈ 2π ബൈ ലാംഡ. എന്താ 2π ബൈ ലാംഡ? 1 ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ ആണ്. 2π ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ കെ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തന്നെ റെപ്രസെന്റ് ചെയ്യാം കെ അല്ലേ? അപ്പൊ നോക്ക്, ഞാൻ ഇവിടെ 2π ബൈ ടി ബൈ 2π ബൈ ലാംഡ എന്നാക്കിയത് വല്ല മാറ്റം ഉണ്ടാവോ? ഇല്ല. 2π വെട്ടിപ്പോവും, ക്യാൻസൽ ആയി പോവും. ഡിനോമിനേറ്റർ ആയ ലാംഡ മേലേക്ക് പോവും, ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പൊ ലാംഡ ബൈ ടി അല്ലേ? സോ സിമ്പിൾ അല്ലേ? ഇപ്പൊ 2π ബൈ ടി ബൈ 2π ബൈ ലാംഡ എന്നുള്ള ഫോമിലേക്ക് ഞാൻ എഴുതി. ഇതിൽ 2π ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഓസിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമേഗ, ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. ക്ലിയർ അല്ലേ? ഇതെന്താ? ആംഗുലാർ വേവ് നമ്പർ കെ. അപ്പൊ ഒമേഗ ബൈ കെ. ഇതാണ് ഒരു വേവിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഒമേഗ ബൈ കെ. ഒരു വേവിൽ ഉണ്ടാക്കുന്ന പാർട്ടിക്കിളിന്റെ ഓസിലേഷന്റെ കേസ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലോ. ആ ഓസിലേഷനിൽ ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന മാക്സിമം വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? വി മാക്സിമം ഇസ് ഈക്വൽ ടു എ ഒമേഗ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വി മാക്സിമവും ഇവിടെ വേവിന്റെ വെലോസിറ്റി വിയും ഇല്ലേ, ഇത് തമ്മിലൊരു റേഷ്യോ ഇട്ട് നമുക്ക് എന്താ കിട്ടുക? വി മാക്സിമം ബൈ വി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. വി മാക്സിമം ബൈ വി എന്താ പറയാ? വി മാക്സിമം എന്ന് പറഞ്ഞാൽ എ ഒമേഗ ബൈ ഒമേഗ ബൈ കെ അല്ലെ? ഒമേഗ ക്യാൻസൽ ആയി പോയി, കെ മുകളിലേക്ക് വന്നു. വി മാക്സിമം ബൈ വി ഇസ് ഈക്വൽ ടു എ കെ. അപ്പൊ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണല്ലോ വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ പാർട്ടിക്കിൾസിന്റെ ഓസിലേഷന്റെ മാക്സിമം വെലോസിറ്റിയും ആ വേവ് പോകുന്ന വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് എ കെ അല്ലേ? ഓർത്ത് വെക്കാൻ വേറെ വല്ല ഷോർട്ട് ഫോംസ് ഒക്കെ തലയിൽ ഓർക്കാൻ പറ്റിയൊരു ഇതാണ് എ കെ. കുറെ കേട്ടിട്ടുണ്ടോ? അപ്പൊ വി മാക്സിമം ബൈ വി ഇസ് ഈക്വൽ ടു എ കെ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നോക്ക്, ഈ വെലോസിറ്റി ഓഫ് എ വേവ്, ഇപ്പൊ സൗണ്ട് വേവ് ഒക്കെ എന്ന് വിചാരിക്കും. ഒരു സൗണ്ട് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുക സോളിഡിലാ ലിക്വിഡിലാ ഗ്യാസിലോ? നോക്കല്ലേ? നമുക്ക് നോക്കാം. ഇതിപ്പോ തൽക്കാലം ഒരു ഗിറ്റാറിന്റെ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു വയലിന്റെ സ്ട്രിങ് അതിന് ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ് രണ്ടറ്റവും എന്ത് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്ട്രിങ്ങിൽ ടി എന്ന് പറയുന്ന ടെൻഷൻ ഉണ്ട്. എം മാസുള്ള എൽ എന്നുള്ള സ്ട്രിങ് ആണ്. ടി ടെൻഷൻ ആണ്. എവിടേക്കാണോ അതിനെ വലിച്ചു വെച്ചിട്ടുള്ള അവിടേക്കുള്ള ടെൻഷനാണ് ടി അല്ലെ? അപ്പൊ ഇതിന്റെ മാസ് ഡെൻസിറ്റി മ്യൂ എന്ന് പറയാം, എം ബൈ എൽ. മൊത്തം മാസ് എം, മൊത്തം നീളം എല്ലാണെങ്കിൽ എം ബൈ എൽ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതാണ് അതിന്റെ മാസ് ഡെൻസിറ്റി. ഇങ്ങനെയുള്ള ഒരു സ്ട്രിങ്ങിൽ ഞാനൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോ അതില് പോകുന്ന ഒരു വെലോസിറ്റി ഉണ്ടാവില്ലേ? വി ഈസ് ഈക്വൽ ടു, അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ എത്ര വരും? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
ടി ബൈ മ്യൂ. ടി ടെൻഷൻ, മ്യൂ മാസ് ഡെൻസിറ്റി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഡയമെൻഷനിൽ ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം. വെലോസിറ്റിന്റെ എന്താ LT raised to -1. നമ്മളിവിടെ ചെയ്തതാണ് LT raised to -1. ഇനി ടിന്റെത് ടി എന്ന് പറഞ്ഞ ഫോഴ്സ് അല്ലേ, MLT raised to -2. ഇനി മ്യൂവിന്റെ എന്താ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ M/L, അതായത് ML raised to -1. അപ്പൊ റൂട്ട് ഓഫ് ടി ബൈ മ്യൂവിന്റെ എന്താ വരിക, MLT raised to -2 by ML raised to -1 all raised to half. ഇതിൽ M ക്യാൻസൽ ആയി പോയി, L raised to -1 മോളിക്ക് പോകുമ്പോൾ L² T raised to -2. അതിന്റെ റൂട്ട് പറഞ്ഞാൽ L T raised to -1 ആണ് അല്ലേ. RHS ന്റെ LHS ന്റെ ഡയമെൻഷൻ സെയിം ആണ്. അപ്പൊ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം. ഒരു E എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു മീഡിയം, E എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉള്ള റോ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയം, ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉള്ള റോ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലാണെങ്കിൽ ഈ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താന്ന് പറയുന്നത് എന്താ വരിക, V is equal to root of E by rho. യങ്സ് മോഡുലസ് ആണെങ്കിൽ ഇന്റെ സ്ഥാനത്ത് Y by rho എന്ന് എഴുതിയാൽ മതി. ബൾക്ക് മോഡുലസ് ആണെങ്കിൽ റൂട്ട് ഓഫ് B by rho എന്ന് എഴുതിയാൽ മതി അല്ലേ. നിങ്ങൾക്കുള്ള ഒരു അസൈൻമെന്റ് ആണ് എന്ത്, ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദിസ് ഇക്വേഷൻ അല്ലേ. Y by rho B by rho ഒക്കെ സെയിം ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ബൈ ഡെൻസിറ്റിന്റെ റൂട്ട് അല്ലേ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിന്റെ ഡയമെൻഷൻ ആയിരുന്ന സ്ട്രെസിന്റെ അല്ലേ, എന്തായിരുന്നത് പ്രഷറിന്റെ ഡയമെൻഷൻ. അപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈ വരുന്നത് പ്രഷർ വരികയാണെങ്കിലും സെയിം തന്നെ വരിക അല്ലേ. കാരണം അതിന്റേതും പ്രഷറിന്റെതും സ്ട്രെസിന്റെതും ഒക്കെ ഒരേ ഡയമെൻഷനാണ്. എന്താണ് ഫോഴ്സ് ബൈ ഏരിയ. ML T raised to -2 by L². എന്തുവരും ML raised to -1 T raised to -2 അല്ലേ. അപ്പൊ ഈയുടെ ഡയമെൻഷൻ ഞാൻ തന്നു. ഇനി ഡെൻസിറ്റിന്റെതോ മാസ് ബൈ വോളിയം ML raised to -3 അല്ലേ. വോളിയം എന്ന് പറഞ്ഞാൽ L³ M/L³, ML raised to -3. അപ്പൊ അത് വെച്ച് സോൾവ് ചെയ്യാം. വിന്റെ ഡയമെൻഷനും റൂട്ട് ഓഫ് E by rho ഡയമെൻഷനും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഇനിയിപ്പോ അതൊരു ഐഡിയൽ ഗ്യാസ് മീഡിയം ആണെന്ന് വിചാരിക്കും. P പ്രഷറുള്ള റോ ഡെൻസിറ്റി ഉള്ള ഒരു ഐഡിയൽ ഗ്യാസിന്റെ മീഡിയം ആണ്. അതിലൂടെയാണ് ഈ സൗണ്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിലോ ഇക്വേഷൻ എന്താ വരിക, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് വരും പ്രഷർ കൊടുത്തത് റൂട്ട് ഓഫ് P by rho. പക്ഷെ ഇവിടെ ഒരു ചെറിയ തെറ്റ് പറ്റി. ഇത് ന്യൂട്ടൺ ഉണ്ടാക്കിയ ഇക്വേഷനാണ്. ഇക്വേഷനിൽ ചെറിയൊരു തെറ്റ് പറ്റി. എക്സ്പെരിമെന്റലി ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഐഡിയൽ ഗ്യാസ് മീഡിയത്തിൽ കൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതല്ല കിട്ടുന്നത്. ചെറിയൊരു വേരിയേഷൻ വരുന്നത്. അപ്പോഴാണ് ലാപ്ലാസിന് ഒരു ചെറിയ കറക്ഷൻ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഫാക്ടർ ഇവിടെ കൊടുത്തത് റൂട്ടിന്റെ ഉള്ളിൽ ഒരു ഗാമ കൊടുത്തു. അപ്പൊ ഇക്വേഷൻ ഗാമ എന്ന് പറയുന്നത് CP/CV, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് CP. CV എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ആണ്. CP/CV എന്ന് പറയുന്ന റേഷ്യോയാണ് ഗാമ. ഇത് മോണോ ആറ്റോമിക് മോളിക്യൂൾസ് ഉള്ള ഐഡിയൽ ഗ്യാസ് മീഡിയത്തിലും ഡയാറ്റോമിക് മോളിക്യൂൾസ് ഉള്ള ഐഡിയൽ ഗ്യാസ് മീഡിയത്തിലും പോളി ആറ്റോമിക് മോളിക്യൂൾസ് ഉള്ള ഐഡിയൽ ഗ്യാസ് മീഡിയത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ആ മീഡിയത്തിലെ സൗണ്ടിന്റെ വെലോസിറ്റിക്ക് മാറ്റം വരുന്നുണ്ട് അല്ലേ. അപ്പോ ന്യൂട്ടൺ വിചാരിച്ചത് എന്ത് കണ്ടീഷനിലാണ്, ഐസോതെർമൽ കണ്ടീഷനിലാണ് ഈ ഐഡിയൽ ഗ്യാസ് മീഡിയം എന്നുള്ളത്. പക്ഷെ അതൊരു അഡിയബാറ്റിക് കണ്ടീഷനിലാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ അഡിയബാറ്റിക് ടേം ആണ് ഗാമ അല്ലേ. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടെ കറക്റ്റ് ഇക്വേഷൻ വന്നു. അതിനെ ന്യൂട്ടൺ ലാപ്ലാസ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഗാമ CP/CV ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ലാത്തതുകൊണ്ട് ഡയമെൻഷനലി കറക്റ്റ് തന്നെയാണ്. ഇപ്പൊ എക്സ്പെരിമെന്റലി ആൻഡ് തിയററ്റിക്കലി കിട്ടുന്ന വാല്യൂസ് കറക്റ്റ് ആയി അല്ലേ. ഇപ്പോ ന്യൂട്ടൺസ് ഇക്വേഷൻ യൂസ് ചെയ്താലാണോ, അല്ല, ന്യൂട്ടൺ ലാപ്ലാസ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ സൗണ്ടിന് ആ മീഡിയത്തിലൂടെ ഐഡിയൽ ഗ്യാസ് മീഡിയത്തിലൂടെ ഉള്ള അല്ലെ ഏത് ആറ്റോമിക് മോളിക്യൂൾസ് ഉള്ള മീഡിയത്തിലാണെങ്കിലും അതിന്റെ ഗാമ വാല്യൂ കൊടുക്കുമ്പോൾ കറക്റ്റ് അതിന്റെ വെലോസിറ്റി ഓഫ് സൗണ്ട് ആ മീഡിയത്തിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലെ. ഇങ്ങനെയാണ് ഓരോ മീഡിയത്തിൽ കൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതാ അപ്പൊ നമ്മൾ ആ കാര്യം മറന്നു. സൗണ്ട് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതില്ല ഏത് മീഡിയത്തിലാണ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന സാധനത്തിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. കംപ്രസിബിലിറ്റി ഓക്കെ. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി കൂടുതൽ എന്ന് പറയുന്നത് നന്നായി കംപ്രസ് ചെയ്യാൻ പറ്റും ആരെ, ഗ്യാസിനെ. അപ്പൊ അതിന് ബൾക്ക് മോഡുലസ് കുറവായിരിക്കും. അപ്പോ ബൾക്ക് മോഡുലസ് കുറവാണെങ്കിൽ അതിന്റെ വെലോസിറ്റി നമുക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, വെലോസിറ്റി കുറവാകും. അതായത് ഗ്യാസിൽ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയും. അങ്ങനെ അപ്പൊ ഏറ്റവും തീരെ കംപ്രസിബിലിറ്റി ഇല്ലാത്തതിനാവും ബൾക്ക് മോഡുലസ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കംപ്രസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം സോളിഡ് അല്ലേ. അപ്പൊ സോളിഡിന് കംപ്രസിബിലിറ്റി പറ്റ കുറവാണ്. അപ്പൊ ബൾക്ക് മോഡുലസ് വളരെ കൂടുതലാണ്. അപ്പൊ അതില് വെലോസിറ്റി അല്ലെ ബൾക്ക് മോഡുലസ് അനുസരിച്ചായിരിക്കും ഹൈ ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സൗണ്ട് ട്രാവൽ ചെയ്യുക സോളിഡിലാണ്. സോളിഡ് മീഡിയത്തിലാണ് മാക്സിമം വെലോസിറ്റി, ലിക്വിഡിലോ ഗ്യാസിലോ അല്ല അല്ലെ. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് ഹൈ വെലോസിറ്റിയിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് സോളിഡിലാണ്. അതാണ് ഇപ്പൊ നമ്മൾ സാധാരണ പറയാറില്ലേ തീവണ്ടി
വരുന്ന സൗണ്ട്, ട്രെയിൻ വരുന്ന സൗണ്ടേ എയറിൽ കൂടെ കേൾക്കുന്നതിനേക്കാൾ അതിന്റെ പാളത്തിൽ തലവെച്ച് നോക്കിയാൽ കേൾക്കുന്ന പറയുന്നത്. ഇത് കേട്ടിട്ട് ആരും പാളത്തിന്റെ മുകളിൽ തലയ്ക്കാൻ പോകണ്ട അല്ലെ, തലയുടെ മുകളിൽ കൂടെ ട്രെയിൻ കയറി പോകും. അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സ്പീഡ് ഏറ്റവും കൂടുതൽ സൗണ്ടിന് ഏത് മീഡിയത്തില? സോളിഡിലാണ്, ഗ്യാസിലല്ല അല്ലെ. സോളിഡിലാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ലിക്വിഡ്, പിന്നെ ബൾക്ക് മോഡുലസ് ഏറ്റവും കുറവ് ഗ്യാസ്, അതിലാണ് ഏറ്റവും സ്ലോ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആയോ?